ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് what are the characteristics of marketing concept, then what are the factors affecting marketing concept in modern business എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, what do you mean by marketing concept or marketing philosophy? Marketing concept means the philosophy, beliefs or attitude of the management of a firm which guides its marketing. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നാൽ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ മാർക്കറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ഫിലോസഫി, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അഥവാ മാർക്കറ്റിങ്ങിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ബിലീഫ്സ് ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഇതൊക്കെ എന്താണ്? മാർക്കറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന ഓരോ ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മോഡേൺ മാർക്കറ്റിംഗ് ഈസ് കൺസ്യൂമർ ഓറിയൻറ്റഡ്. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇസ് ഫോക്കസ് ഓൺ കസ്റ്റമർ നീഡ്സ്. കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണ് മാർക്കറ്റിംഗ് മെയിനായിട്ട്. ഏത് മാർക്കറ്റിംഗ് ആണ്, ഇത് മോഡേൺ മാർക്കറ്റിംഗ് ആണെങ്കിലും ഏത് മാർക്കറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് ബിഗെയിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് കൺസ്യൂമേഴ്സ്. ഒരു മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ്? കസ്റ്റമേഴ്സ് ആവശ്യമാണ്. അഥവാ കസ്റ്റമേഴ്സ് ഇല്ലാതെ ഒരു മാർക്കറ്റിംഗ് നിലനിന്ന് പോവില്ല. മോഡേൺ മാർക്കറ്റിംഗ് പ്രൊസീഡ്സ് ആൻഡ് സക്സീഡ് ദ പ്രൊഡക്ഷൻ. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ സക്സസ്ഫുള്ളിന് കാരണം കസ്റ്റമേഴ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷനുമാണ്. ദെൻ ഇറ്റ് എംഫസൈസ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ മെയിനായിട്ട് പ്രാധാന്യം ചെലുത്തുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയുള്ള ഒരു മാർക്കറ്റിംഗ് അവിടെ എംഫസൈസ് ചെയ്യുന്നു എന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആണ്. അഥവാ മത്സരബുദ്ധിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ മത്സരശേഷിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് മോഡേൺ മാർക്കറ്റിംഗ്. നെക്സ്റ്റ്, ഇറ്റ് ഫോക്കസ് ഓൺ കസ്റ്റമർ റിറ്റൻഷൻ. ഇവിടെ മോഡേൺ മാർക്കറ്റിംഗ് ആണെങ്കിലും ഏത് മാർക്കറ്റിംഗ് ആണെങ്കിലും അവിടെ എന്താണ്? കസ്റ്റമർ റിറ്റൻഷൻസ് അവൈലബിൾ ആണ്. കസ്റ്റമർ റിറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മാളിൽ പോയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ മാളിലത്തെ പ്രോഡക്ട്സ് അത്രയും നല്ല ഗുഡ് ക്വാളിറ്റീസും അതുപോലെ ഗുഡ് ആയിട്ടുള്ള എല്ലാ ഗുഡ് ക്വാളിറ്റി ഗുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ പിന്നീട് നമ്മൾ എന്താണ് ആ മാളിലേക്ക് തന്നെയാണ് നമ്മൾ എന്താണ് പർച്ചേസിങ്ങിനായിട്ട് പോവുക. അപ്പോൾ ആ ഒരു റിറ്റൻഷൻ, അതിനെയാണ് നമ്മൾ റിറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിറ്റൻഷൻ നമ്മൾ എന്താണ് എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ടെക്നോളജി ബേസ്ഡ്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ആണ്. കാരണം മോഡേൺ മാർക്കറ്റിംഗ് ഇന്നത്തെ കേസുകളിൽ ഓൺലൈനായിട്ടും എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടൊക്കെ എന്താണ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ബിക്കമിങ് ഗ്ലോബൽ ഇൻ നേച്ചർ. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവൽ അല്ലെങ്കിൽ ഗ്ലോബലി നാച്ചറാണ്. വേൾഡ് ലെവലിലടക്കം മോഡേൺ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി എംപ്ലോയിങ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിങ്ങിലൂടെ എംപ്ലോയീസിന് നേരിട്ടുള്ള മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. മോഡേൺ മാർക്കറ്റിലൂടെ എംപ്ലോയീസിന് നേരിട്ടുള്ള മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് കോൺസെപ്റ്റ് ആൻഡ് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്തൊക്കെ ഡിഫറൻസ് ആണ് സെല്ലിംഗ് കോൺസെപ്റ്റും മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും തമ്മിലുള്ളത്? ഒന്നാമത്തത് ഡിഫറൻസ്, ഫോക്കസ് ഈസ് ഓൺ സെയിൽ ഓഫ് പ്രൊഡക്ഷൻ. സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ്റെ സെയിൽസ് ആണ്. നെക്സ്റ്റ്, മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സെല്ലിംഗ് കോൺസെപ്റ്റിൽ അവരുടെ മെയിനായിട്ട് ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ദെൻ മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണെങ്കിൽ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ ഡിലൈറ്റ്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ്. നെക്സ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ് എപ്പോഴും ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആയിരിക്കും. മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ലോങ് ടേം ഓറിയൻറ്റഡ് ആയിരിക്കും. സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് സെല്ലിംഗ് കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സസ്റ്റെയിൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിരിക്കും. കാരണം ഡേ ടു ഡേ അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ചെയ്ത് പോകും. സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നാരോ കോൺസെപ്റ്റ് ആണ്. കാരണം സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു ലിമിറ്റഡ് ആയുള്ളൊരു സാധനമാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈഡസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബോർഡർ കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എന്താണ് മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അവൈലബിൾ ആണ്. എല്ലാവരുടെയും സെല്ലിങ്ങും അവൈലബിൾ ആണ്. പക്ഷേ അതെന്താണ്, നാരോ ആയിരിക്കും. മറ്റേ എന്താണ്, വൈഡ് സ്കോപ്പ് ആയിരിക്കും. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഇവിടെ മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ആ മോഡേൺ മാർക്കറ്റിൻ്റെ കോൺസെപ്റ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഇറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. മാർക്കറ്റ് വി മീൻ പീപ്പിൾ ദയർ ഡൈവേഴ്സ് നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് വാണ്ട്സ്. ഇവിടെ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യയുടെ വളർച്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോപ്പുലേഷൻ്റെ വർധനവ് ഗുഡ്സുകളുടെയും സർവീസുകളുടെയും ആവശ്യകത അഥവാ അവരുടെ നീഡ്സുകൾ വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് മെയിനായിട്ട് നയിക്കുന്നത്. മാർക്കറ്റ് എന്നതിനർത്ഥം ആളുകൾക്ക് അവരുടെ വൈവിധ്യമാർന്ന നീഡ്സുകൾ, വാണ്ട്സുകൾ, ഡിസയേഴ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ്, ഡിസ്പോസൽ ഓഫ് ഇൻകം. പീപ്പിൾ ഹാവ് ഇൻക്രീസ്ഡ് ദെയർ ഇൻകം ആൻഡ് ഇൻ ടേൺ aim for more satisfaction and more comfort. When the income continues to increase, the purchasing power also increase. Disposal of income എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ വരുമാനം അത് നീക്കം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നീക്കം ചെയ്യുക എന്നാണ് ഡിസ്പോസൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ഡിസ്പോസൽ ഓഫ് ഇൻകം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ആളുകൾക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യുകയും കൂടുതലായുള്ള സാറ്റിസ്ഫാക്ഷനും കൂടുതലായിട്ടുള്ള സുഖസൗകര്യങ്ങളും ലക്ഷ്യമിടുകയും ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സൺസിന് അഥവാ നമ്മുടെ ആളുകൾക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യുകയും കൂടുതലായുള്ള സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് തുടരുമ്പോൾ നമുക്ക് എന്താണ്, അതിനനുസരിച്ചുള്ള പർച്ചേസിങ് പവേഴ്സും വർദ്ധിക്കുന്നുണ്ട്. ഇൻകം ഇൻക്രീസ് ചെയ്യൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മോഡേൺ മാർക്കറ്റിങ്ങിൽ പർച്ചേസിങ് പവറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് ഇൻക്രീസിങ് ഹൗസ് ഹോൾഡ്. ദ ഗ്രോത്ത് ഓഫ് ഡിമാൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഈസ് മോർ ദാൻ ഇറ്റ് ഈസ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് എനി ടൈം. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം has become unpopular because of many reasons. Most of the families are subdivided and this increases the number of families and their demands. Increasing household എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സുകളുടെ ഡിമാൻഡിൻ്റെ വളർച്ച എപ്പോൾ വേണമെങ്കിലും മൊത്തം പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. പല കാരണങ്ങൾ ജോയിൻറ്റ് ഫാമിലീൻ്റെ സിസ്റ്റം പലതരത്തിലുള്ള കാരണത്താൽ തന്നെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്താണ് അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിക്ക കുടുംബങ്ങളും എന്ന് പറയുന്നത് എന്താണ് സബ്ഡിവൈഡ് ആയിട്ടുള്ളൊരു കൾച്ചറായിരിക്കും മിക്ക കുടുംബങ്ങളും ഉണ്ടായിരിക്കുക. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലീസിൻ്റെ എണ്ണവും അവരുടെ നീഡ്സുകളും ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇൻക്രീസ് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ്
ഗ്രോത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതലായിരിക്കും. പല കാരണങ്ങൾ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം അൺപോപ്പുലർ ആയിട്ട് വരാറുണ്ട്. മിക്ക കുടുംബങ്ങളിലും സബ് ഡിവൈഡഡ് ആയത് കാരണം കൊണ്ടാണ് ഇത്തരം ഒരു പ്രവണത ഇവിടെ വരുന്നത്. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുടുംബങ്ങളുടെ നമ്പേഴ്സും അവയുടെ നീഡ്സ്, അവരുടെ വാണ്ട്സ് ഇതൊക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സർപ്ലസ് ഇൻകം ഓർ ഡിസ്ക്രിമിനേഷണറി ഇൻകം. സർപ്ലസ് ഇൻകം എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിച്ച വരുമാനം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മിച്ച തുക എന്നൊക്കെ പറയാം. ദെൻ ദി പീപ്പിൾ ഹാവ് സർപ്ലസ് ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ദ എക്സ്പെൻസ് ഓൺ എസെൻഷ്യൽ ഐറ്റം. ദി സർപ്ലസ് എമൗണ്ട് വിൽ ബി സ്പെൻഡ് ഓൺ നോൺ നെസസറി പ്രോഡക്ട്സ് ഓർ ലക്ഷറി ഗുഡ്സ്. Such items are selected by people if they can give satisfaction to their needs and desires. സർപ്ലസ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവുകളൊക്കെ വഹിച്ചതിന് ശേഷം ആളുകൾക്ക് സർപ്ലസ് ആയിട്ട് വരുന്ന ഇൻകം അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സർപ്ലസ് ഇൻകം ആവശ്യമില്ലാത്ത പ്രോഡക്ട്സുകൾക്കോ ലക്ഷറി പ്രോഡക്ട്സുകൾക്കോ വേണ്ടി ചെലവഴിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരം പ്രോഡക്ട്സുകൾ ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിൻ്റെ കേസിൽ? മോഡേൺ മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ കേസുകളിൽ. നെക്സ്റ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ദ പ്രോസസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് നെവർ എൻഡിങ്. വൺ ഇൻവെൻഷൻ ഓർ ഡിസ്കവറി ലീഡ് ടു അനദർ. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളുടെ കേസിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് വരികയാണ് അല്ലേ. ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ പ്രോസസ്സ് ഒരിക്കലും എന്താണ് അവസാനിക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ളൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താൻ മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ്. The people learn about the arrival of new products and services because of the onslaught of mass communication media, print, audio, visuals that has turned the speed of change and exchange. Modern advertisement data. Ad and uddesha advertisement data would has revolutionized the marketing process. Mass communication media നമ്മൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ. കമ്മ്യൂണിക്കേഷൻ മീഡിയാസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ചസിൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫറിൻ്റെയും സ്പീഡ് അതിനെയാണ് മെയിനായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിങ്ങിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ്, പ്രോഡക്ട്സിൻ്റെ ട്രാൻസ്ഫറിങ്ങും ഗുഡ്സും ഗുഡ്സിൻ്റെയൊക്കെ ട്രാൻസ്ഫറിങ്ങും ആ കാര്യങ്ങളൊക്കെ സ്പീഡാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മെയിനായിട്ട് മാസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് മീഡിയ, പ്രിൻ്റഡ്, ഓഡിയോ, വിഷ്വലുകൾക്ക് കാരണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം അഥവാ മീഡിയാസ്, ഓഡിയോ, വിഷ്വൽസൊക്കെ കാരണം ആളുകൾക്ക് ന്യൂ ആയിട്ടുള്ള പ്രോഡക്ട്സുകളുടെയും സർവീസുകളുടെയും അതിൻ്റെ വരവിനെയൊക്കെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡേൺ അഡ്വർടൈസിങ് നമ്മുടെ വേൾഡ് മാർക്കറ്റിങ്ങിൽ തന്നെ ഒരു റവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈമാറ്റ പ്രക്രിയ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മോഡേൺ മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല പ്രിൻ്റ് ഔട്ട് വീഡിയോസ്, ഓഡിയോ, വിഷ്വൽസ് എന്നിവയൊക്കെ കാരണം ആളുകൾക്ക് പുതുതായിട്ടുള്ള പ്രോഡക്ട്സുകളുടെയും അതുപോലെ സർവീസുകളുടെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ അഥവാ ഇങ്ങനത്തെ ഒരു മോഡേൺ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ വേൾഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി എന്താണ് നമ്മുടെ വേൾഡിൽ തന്നെ മോഡേൺ മാർക്കറ്റിംഗ് പ്രോസസ്സ് വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് കുറേ കാര്യങ്ങൾ
നമുക്കിപ്പോൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് വഴി നമുക്ക് പ്രോഡക്ട്സുകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമുക്ക് മീഡിയാസുകളിലൂടെ അഥവാ മാസ് കമ്മ്യൂണിക്കേഷൻസിലൂടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മോഡേൺ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സെല്ലിംഗ് കോൺസെപ്റ്റും മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.